ഷിരൂർ മണ്ണിടിച്ചിലിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ അർജുനു വേണ്ടിയുള്ള രക്ഷാദൗത്യത്തിൽ ഏറെ വിമർശനങ്ങൾ കേട്ട രക്ഷാപ്രവർത്തകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ. എനിക്കൊപ്പം ചേരുകയാണ് രഞ്ജിത്ത്. രഞ്ജിത്തിൻ്റെ നിഗമനങ്ങൾ തുടക്കത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വിമർശനങ്ങളുണ്ടായി. ഒന്ന്, രഞ്ജിത്ത് പറഞ്ഞു റോഡിൽ മണ്ണിനടിയിലാണ് അർജുനുള്ളത്. രണ്ട്, അവിടെ ഒരു സ്ഫോടനം നടന്നു. ഇത് രണ്ടും ഒരു ഫേക്ക് അസംഷൻസ് ആയിരുന്നു. എങ്ങനെയാണ് അത്തരം ഒരു ഫേക്ക് അസംഷനിലേക്ക് എത്താൻ ഇടയായത്? ഞാൻ എത്തുന്നത് ഈ സംഭവം നടന്ന 16-ാം തീയതിയാണ് ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഞാൻ കൃത്യം 4-ാം ദിവസം വൈകിട്ട്, ഇപ്പോൾ എന്നോട് ഞാനൊരു സാധാരണ ഒരു പണി ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രം അറ്റമാണ്. ഞാൻ ട്രിവാൻഡ്രത്തുകൊണ്ട് 40 കിലോമീറ്റർ ദൂരം. അപ്പോൾ അവിടെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കൊരു പയ്യൻ മണ്ണിനടി പെട്ട് കിടക്കുന്നു, ട്രാപ്ഡായിട്ട് കിടക്കുന്നു. നിങ്ങൾ ഉത്തരാഖണ്ഡ് പോയ ആൾക്കാർ ജീവൻ രക്ഷിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദൗത്യം എന്തോ ചെയ്തു. അപ്പോൾ അറിഞ്ഞാൽ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പുറപ്പെടുകയാണ്. 4-ാം ദിവസം ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ 4-ാം ദിവസം വൈകുന്നേരം പുറപ്പെട്ടു. 5-ാം ദിവസം വൈകിട്ട് 3 മണിക്കാണ് ഞാൻ അങ്കോള സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. അപ്പം ട്രെയിൻ കർവാർ സ്റ്റോപ്പാണെങ്കിലും അങ്കോള പ്രത്യേകം നിർത്തി തരുമായിരുന്നു ട്രെയിൻ. അവിടുത്തെ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇടപെട്ട് മനാഫൊക്കെ ഇടപെട്ട് അങ്ങനെ നിർത്തി തരുമായിരുന്നു ആ ഒരു ദൗത്യത്തിൽ. അപ്പോഴത്തേക്ക് ആ കൃത്യം 5-ാം ദിവസം ഈ സംഭവമാണ് 5-ാം ദിവസമായിട്ടാണ് എത്തുന്നത്. 5-ാം ദിവസം നേവി തെരച്ചിൽ നടത്തുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ അത്. പിന്നെ മാധ്യമങ്ങൾ അതിനകത്ത് തുടർത്തും പറയുന്നുണ്ടല്ലോ ഫോൺ റിങ് ചെയ്ത കാര്യം. കുടുംബാംഗങ്ങളും പറഞ്ഞു 2 ദിവസം ഫോൺ റിങ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴി എനിക്ക് ലക്ഷ്മിപ്രിയ മാഡത്തിൻ്റെ നമ്പർ തരുന്നൊരു മിനിസ്റ്ററാണ്. അപ്പോൾ മിനിസ്റ്റർ പുള്ളിയുടെ ഫോൺ റെക്കോർഡിംഗ് എല്ലാം കയ്യിലുണ്ട്. പറയുന്നുണ്ട് GPS-ൻ്റെ ഇത് അവിടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചായിരുന്നല്ലോ, അത് കൃത്യമായിട്ട് കേൾപ്പിച്ചില്ല. കേൾപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ ഇപ്പം വരുന്നത്. ഞാൻ അതിൽ തന്നെ പറയുന്നത്. അപ്പോൾ എല്ലാം ഒരുപാട് പേര് പറയുന്നുണ്ട്. കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് മണ്ണ് മാറ്റി പരിശോധിക്കുന്നു. അപ്പോഴും പറയുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരവും മന്ത്രിയുടെ ആവശ്യപ്രകാരവുമാണ്. എൻ്റെ ഒരു അനുമാനം ഉണ്ടെന്ന്. അവരെ മാത്രം പറയുന്നല്ല, അവരുടെ ഒരു നിഗമനം ശരിയാണെന്ന് വെച്ചാൽ ഞാനും. കാരണം 5 ദിവസം നേവിയോട് അന്വേഷിക്കുകയാണ്. പുഴയിൽ ഓൾറെഡി അന്വേഷിക്കാൻ നേവി ഉണ്ട്. പിന്നെ അവർ സംശയമെങ്കിലും മണ്ണ് മാറ്റണ്ടേ. അപ്പം ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. കാരണം ആരും മണ്ണ് മാറ്റണമെന്ന് അവിടെ ഒരു ദുർവാശി പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ നമ്മുടെ കയ്യിലില്ലാതെ മണ്ണിനടിയിൽ തന്നെയാണെന്ന് ഇത്രയും വാശി പിടിക്കാനിടയായ ഒരു സാഹചര്യമാണ് ചോദിക്കുന്നത്. ഞാൻ ദുർവാശി പിടിച്ചതല്ല. ഞാൻ റെക്കോർഡിങ്ങിനിടയ്ക്ക് കേൾപ്പിച്ച അവിടെ റഡാർ വന്നിട്ടുണ്ട്. റഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ഇറ്റ്സ് യൂസിങ് ഇൻ ദ ലാൻഡ് ഏരിയയാണ്. വാട്ടറിൽ ഉപയോഗിക്കുന്ന സോണാറുണ്ട്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അത് നേവി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ റഡാർ കൊണ്ടുവന്നതിനാ ആ സ്ഥലത്ത് പരിശോധിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ ഇപ്പം കൂടെ വന്ന കളക്ടർ അസിസ്റ്റൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ കിടക്കുകയാണ്. അന്ന് NIT-ലെ പിള്ളേർ ഉപയോഗിച്ച റഡാറും ആർമി ഉപയോഗിച്ച റഡാറും. അപ്പോൾ NIT-ലെ റഡാറത്ത് കൃത്യത ഉണ്ടായിരുന്നില്ല. അതിനാണ് ഞാൻ അമ്പലപ്പറമ്പ് ജസ്റ്റ് ഒരു അവരോട് ഇതുണ്ടായാൽ ആർമി ഒന്നും ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ആർമിയാണ് എന്നെ എപ്പോഴും ട്രെയിനിങ് തന്നു എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതെല്ലാം തന്നെ. ഇവിടുത്തെ ആ റഡാർ വെച്ച് 2 സിഗ്നൽസാണ് ഞങ്ങൾ മണ്ണ് മാറ്റിക്കുന്നത്. ആ വ്യക്തമായ വീഡിയോ ഇപ്പോൾ റഡാറിൽ ആ സിഗ്നൽ ഉണ്ടായിരുന്നു ഒരു മെറ്റൽ. അപ്പോൾ പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് NIT-ലെ പിള്ളേർ പറഞ്ഞാൽ ചിലപ്പോൾ അത് എൻ്റെ മെറ്റൽ കണ്ടൻറ്റുള്ള മണ്ണും കൂടെ ആയിരിക്കുന്നു. അവരങ്ങ് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു. പക്ഷേ ഈ പഴിയെല്ലാം ആ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച. കാരണം എനിക്ക് ഒരാൾ ലീഡർഷിപ്പ് വേണമല്ലോ അവിടെ. ആ ലീഡറിനെ എല്ലാ പഴിയും കേൾക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ പലരും പറയാനുണ്ടാകും, മിനിസ്റ്റർ പറയാൻ കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാർ പറയാൻ കാണും, കുടുംബാംഗങ്ങൾ പറയാൻ കാണും, അല്ലെങ്കിൽ NIT-ലെ പിള്ളേർ കൊണ്ട് റഡാർ അവർ കാണും. പക്ഷേ ദൗത്യത്തിന് ലീഡറെന്ന് ഞാൻ പോയാണ് തുടക്കം വെക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഒരു 5-ാം ദിവസം അവിടെ ഒരു ആക്ടിവിറ്റി കാണുന്നില്ല. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഞാൻ വന്നതിന് ശേഷമാണ് ആ ലാൻഡിൽ. കാരണം ലാൻഡ് മാറ്റണമെന്ന് കുടുംബാംഗങ്ങളിലും ഒരു നിർദ്ദേശം ഇതുണ്ടായിരുന്നു. മാറ്റിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ അവിടെ. ഇല്ലാന്ന് ആ ഒരു അഭിപ്രായത്തോടു കൂടിയും മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ദുരന്ത മുഖങ്ങളിൽ ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന ഒരു രക്ഷാപ്രവർത്തകൻ എന്ന ഒരു ഇമേജിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. ആ ഒരു വിമർശനത്തോട് എന്താണ് മറുപടി? ഞാൻ ഷൈൻ ചെയ്യാൻ 12 വർഷമായിട്ട് ഫീൽഡുണ്ട്. ഞാൻ ഇതിനേക്കാൾ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് ദൗത്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ മുൻപ് കിട്ടിയ എനിക്ക് പ്രശംസ പത്രം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചെയ്ത വീഡിയോസുണ്ട്. ഇതിനേക്കാൾ ഹൊറിബിളായിട്ടുള്ള വീഡിയോസ്. എനിക്ക് ഷിരൂർ ലാൻഡിൽ വന്ന് ഒരുപാട് എനിക്ക് ശരീരം മെനക്കെടാൻ വന്നില്ല. കാരണം ശരീരം മെനക്കെടുത്തുന്ന വാട്ടറിലും ഈ വെള്ളത്തിൽ പരിശീലനം ചെയ്ത 3 സർട്ടിഫിക്കറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ഡൈവിങ്ങിൻ്റെ ഇതുള്ള ആൾ, അണ്ടർ വാട്ടർ ഡൈവിങ് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ ലാൻഡിലും ഇതും പെട്ടിമുടിയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇടയ്ക്ക് പറയുന്നത് പെട്ടിമുടിയും ചെയ്യില്ല. പെട്ടിമുടി ഞാൻ കളക്ടറിന് അവിടുത്തെ കമൻഡേഷൻ ലെറ്റർ വാങ്ങിച്ച ആളാണ്. അവിടുത്തെ ഒരുപാട് മനോരമ ഫ്രണ്ട് പേജ് വന്നതിൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. ആ ദൗത്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഷിരൂരിൽ തന്നെ രഞ്ജിത്ത് നടത്തിയ മറ്റൊരു വലിയ അസംഷനായിരുന്നു. അവിടെ വലിയ സ്ഫോടനം നടന്നു. അതും ഈ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്ന രക്ഷാദൗത്യത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു അസംഷനായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒപ്പീനിയൻ കിട്ടാതെ, എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഇവിടെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു ഫോൾസ് പ്രഖ്യാപനം, സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് രക്ഷാദൗത്യത്തെ വഴിതിരിച്ചു വിടുകയല്ലേ ചെയ്യുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, മിക്ക രക്ഷാദൗത്യങ്ങളും സിവിലിയൻസിൻ്റെ പങ്ക് വളരെ വളരെ ശക്തമാണ്. നിങ്ങളിപ്പോൾ ആ ഹിസ്റ്ററി എടുത്ത് നോക്ക്. ഉത്തരാഖണ്ഡിലെ ടണലിൽ നോക്ക്. മിഷൻസ് എല്ലാം തകർന്നപ്പോഴത്തേക്ക് റാഡ്ഹോൾ മൈനേഴ്സും ഞങ്ങളെ ഓരോ സിവിലിയൻസും വേറെ പല സ്ഥലങ്ങളിൽ പെട്ടിമുടി രക്ഷാപ്രവർത്തന സിവിലിയൻ എൻ്റെ പഴയ എന്തുകൊണ്ട് വീഡിയോസ് നിങ്ങൾ പരിശോധിച്ചില്ല? എൻ്റെ വീഡിയോസ് ഇപ്പോഴേക്ക് ഈ ഒരു സ്ഫോടനം നടന്നു സ്ഫോടനം നടന്നു. അത് ലോക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അക്കരെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ വ്യക്തികൾ കള്ളമില്ലാതെ പറയുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്.
ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ദൗത്യം തീരുന്നതിന് 72 ദിവസം ഈ വേറെ വെക്കുന്നത് 5 ദിവസം മാൾപ്പെ അവിടുന്ന് പുറത്താകുന്ന ഈ വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണ് മാൾപ്പെ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഞാനത് ആദ്യമേ തുറന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ അഡ്മിനിസ്ട്രേഷൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്. സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ ചില വണ്ടികൾ ഇങ്ങനെ എന്തെങ്കിലും ബാക്കിയുള്ള കുറേ വണ്ടികൾ പീസായി നിങ്ങൾ മാൾപ്പെ ഒക്കെ കണ്ടായിരുന്നല്ലോ പീസാവും. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയല്ല. ഒരിക്കലും ചിലപ്പം മണ്ണിടിഞ്ഞെന്നിരിക്കും. മണ്ണിടിഞ്ഞപ്പോൾ ടാങ്കറിലോട് തന്നെ തട്ടി മുകളിൽ കൂടെ നമ്മൾ നോക്കിയപ്പോൾ ട്രാൻസ്മിഷൻ അതിൻ്റെ വലിയ ടവറൊക്കെ വീണ് കിടപ്പുണ്ട്. സോ അവർ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കാൻ മിലിറ്ററി പോലുള്ള സംവിധാനങ്ങളുണ്ട്, ശാസ്ത്രീയമായി സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതിനിടയിൽ കയറി ചില അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിൽ പറയുമ്പോൾ അത് ഭരണകൂടത്തെയും ഈ സംവിധാനത്തെയൊക്കെ വഴിതിരിച്ചു വിടുന്ന രീതിയിലായി പോകുന്നില്ലേ? ഞാൻ സംശയം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് ഞാൻ വന്ന ശേഷമാണ് ഇന്ത്യൻ ആർമി വരുന്നത്. 5-ാം ദിവസം കഴിഞ്ഞാൽ 6th ഡേ ഈവനിങ് ആണ്. എനിക്കറിയാം അതിനുശേഷമാണ് മറാത്ത ഇൻഫൻട്രി യൂണിറ്റ് വരുന്നത്, ബാംഗ്ലൂർ യൂണിറ്റ് വരുന്നത് ഞാൻ. അപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ, കാരണം ഞാനും വേറെ ആളും സംശയം പ്രകടിപ്പിക്കുന്നത്, പലരും അതിനിടയ്ക്ക് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പല കന്നഡ ചാനലിൽ ഇതിനിടയ്ക്ക് ഈ വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയുടെ കോപ്പിയിൽ എനിക്ക് കിട്ടിയിരുന്നു, ലോക്കൽസ് വഴി കിട്ടിയിരുന്നു. ലോക്കൽസ് അതിന് റിപ്പോർട്ട് വന്നു. അപ്പോൾ നിങ്ങൾ 1-2 ആൾക്കാർ മറ്റവരുടെ ഫാമിലിയൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ആരും ബോഡി കിട്ടും ഞങ്ങളെയും കൂടെ ആണ്. അപ്പോൾ അവരെനിക്ക് ലോക്കൽ സൈഡിൽ നിന്ന് എനിക്ക് പ്രഷറുണ്ട്. ഞാനിതെല്ലാം കൂടെ നോക്കണം. മാധ്യമ എന്തായാലും മുന്നിൽ വന്ന് പറഞ്ഞാൽ എനിക്ക് പല സ്ഥലങ്ങളിൽ ഇതിന് മുമ്പ് ചെയ്ത പല ദൗത്യങ്ങളും മാധ്യമങ്ങളും മുന്നിൽ പോയിട്ട് വന്നിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ മാധ്യമങ്ങൾ ഷൈൻ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് കർണാടക ഷിരൂർ എന്തെങ്കിലും പറയാനുള്ള മാധ്യമങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. വേറെ ഒരു നിങ്ങൾക്കറിയാമല്ലോ, മാധ്യമങ്ങളാണ് അവിടെ വന്ന് അതിനുശേഷമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റൊരു അതോറിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മാധ്യമങ്ങളായിട്ട് ചേർന്ന് നിന്നത്. കാരണം അതൊരു തിരിച്ചടിയായി. ഞാൻ വന്ന ദിവസം, എന്നെ കയറ്റുന്ന ദിവസം എൻ്റെ മുന്നിൽ വെച്ച് മനാഫിന് അടി കിട്ടുന്നത് ഞാൻ കണ്ടതാണ്. നാളെ എനിക്കൊരു അടി എന്തോ കിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ ഉള്ളു എനിക്ക് ആ സമയത്ത്. അന്ന് മാധ്യമങ്ങളെ ആശ്രയിച്ച്, പക്ഷേ പിന്നീട് അത് തിരിച്ചടിയായി. മാധ്യമങ്ങൾ ആശ്രയിക്കാൻ വേറെ ആരുണ്ടായിരുന്നു ആശ്രയിക്കാൻ? അവിടെ വേറെ ആരുണ്ടായിരുന്നു ആശ്രയിക്കാൻ? നിങ്ങൾ തന്നെ പറയും. ആ സമയത്ത് ഇപ്പോഴല്ല പറഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ ആ സമയത്ത് നിങ്ങൾ തന്നെ പറയും, വേറെ ഏതെങ്കിലും ഒരു MLA MP യോട് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്നിപ്പോൾ തോന്നുന്നുണ്ട്. ഒന്നും മണ്ണിനടിയിൽ തന്നെയാണ് അർജുനുള്ളത്, മറ്റൊന്ന് അവിടെ ഒരു സ്ഫോടനം നടന്നു. ഈ 2 പ്രസ്താവനകൾ ദുരന്തമുഖത്ത് നടത്തിയത് ഒരു വലിയ തെറ്റായിപ്പോയി, ഭാഗത്തു നിന്നൊരു ഫെയിലിയർ ഉണ്ടായെന്ന് കരുതുന്നുണ്ട്. എനിക്ക് ഒരിക്കലുമില്ല. ഞാൻ 72 ദിവസം കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് ഞാനില്ലെങ്കിൽ വേറെ ആളാണ് ഞാനാണ് ഒരു ഫസ്റ്റ് റെസ്ക്യൂ ഓപ്പറേറ്റർ എന്ന രീതിയിൽ വരുന്നത് അവിടെ. അപ്പോൾ വേറെ റെസ്ക്യൂ ഓപ്പറേറ്റർ വരുന്നെങ്കിൽ അദ്ദേഹം ബോത്ത് ലാൻഡ് ആൻഡ് ഇത് പരിശോധിക്കും. ഞാനൊരു നീന്തൽ അറിയാത്തതുകൊണ്ടല്ല ലാൻഡിൽ കയറി പരിശോധിച്ചത്. എൻ്റെ വാട്ടറിൽ എക്സ്പീരിയൻസ് നോക്കും. വാട്ടറിൽ നിന്ന് എടുക്കുന്ന ആ ഡെഡ് ബോഡിയുടെ വീഡിയോസ് നിങ്ങൾ നോക്കും. പെട്ടിമുടിയിൽ നിന്നും മുതലപ്പൊഴി പോലത്തെ ഇതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് ഡൈവിങ് ഗിയർ പോലും ഇല്ലാതെ ഞാൻ ഇറങ്ങിയ വീഡിയോസ് നോക്കുക. ആ വീഡിയോസ് ഇതൊക്കെ ഇന്ന് 2 മില്യൺ വ്യൂസ് കഴിഞ്ഞു ഫേസ്ബുക്ക്. ഇതൊക്കെ നിരാകരിച്ചുകൊണ്ട് ഏഷ്യാൻ്റെ അടക്കമുള്ള മാധ്യമങ്ങൾ, എനിക്കൊരു ഇതില്ല. ഞാൻ എത്ര കോഴ്സുകൾ എൻ്റെ ഇത് പഠിച്ചു. ഞാൻ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം. ഞാനൊരു പൈസ വാങ്ങിച്ചു വരുന്ന വ്യക്തിയല്ല. ഞാനിതൊരു പയ്യൻ മണ്ണിനടി കണ്ടിട്ട് എൻ്റെ പൈസ മുടക്കി, ഞാൻ ഒരു സാധാരണ പണിക്കാരനാണ്. ഞാൻ എൻ്റെ പൈസ മുടക്കി മനുഷ്യത്തിൻ്റെ പുറത്ത് ആരുമില്ലാഞ്ഞിട്ട് 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം 4-ാം ദിവസം വലിഞ്ഞു കയറി വന്നവനല്ല. 5-ാം ദിവസം പോലും ആളില്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്ത് നിന്ന് കൊണ്ട് 40 കിലോമീറ്റർ ഏറ്റവും കോഴിക്കോട് നിന്ന് വരുന്ന വ്യക്തിയല്ല ഞാൻ. ട്രിവാൻഡ്രം അങ്ങേ അറ്റത്തുനിന്ന് എൻ്റെ പൈസ മുടക്കി ഞാൻ എൻ്റെ അവിടെ അക്കോമഡേഷൻ എടുത്ത് അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആരുടെയും ഇതുവരെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ റെമ്യൂണറേഷൻ വാങ്ങാറില്ല. ഒരു റെമ്യൂണറേഷൻ ഒന്നും വാങ്ങാറില്ല. എനിക്ക് ഇപ്പോൾ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തതിൻ്റെ ഇന്ത്യൻ ആർമിയാണ്. വയനാട് ദൗത്യത്തിൽ രണ്ട് പേരെ സൂചിപ്പാറുന്ന അതിസാഹസ്യമായി രക്ഷപ്പെടുക ഏറ്റവും മികച്ച ദൗത്യമായിരുന്നു. അതിന് കളക്ടർ ഉൾപ്പെടെയുള്ള പ്രശംസ എനിക്ക് വാങ്ങിച്ചാണ്. കളക്ടർ കേരള പോലീസിൻ്റെ പ്രശംസ വാങ്ങിച്ചാണ്. ആ ഒരു പയ്യനെ കാണാൻ എന്നെ പുറത്തു വരെ വന്നിരിപ്പുണ്ട്. കാരണം ഒരു കൊണ്ടോട്ട് സ്വദേശിയപ്പോൾ ഞാൻ അത്രയധികം റിസ്ക് എടുത്ത് എൻ്റെ കാലൊക്കെ പൊട്ടി തകർന്നു. ഇതൊന്നും എന്തുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. എൻ്റെ വീഡിയോസിൽ ഇപ്പോഴും ഇരിക്കുക. അന്നത്തെ ഒരു ഹൊറിബിൾ ആ ഒരു റെസ്ക്യൂ വീഡിയോ നിങ്ങൾക്ക് വേറെ കാണിക്കാൻ പോലും കിട്ടത്തില്ല. ഏതൊക്കെ ദുരന്തമുഖത്ത് പെട്ടിമുടിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. പെട്ടിമുടിയിൽ രഞ്ജിത്തിനെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. ഞാൻ അന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജുണ്ട്. പിന്നെ കേരള പോലീസിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് എൻ്റെ ഉണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തന്ന കമ്പനേഷൻ ലെറ്ററുണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു പെട്ടിമുടിയിൽ? ഞാൻ 8 ഡേയ്സ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ താമസിച്ച രേഖകൾ അവിടുത്തെ ഈ ഷിരൂർ ദൗത്യമായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടിമുടി താമസിപ്പിച്ചിരുന്ന കേരള പോലീസ് താമസിപ്പിച്ചിരുന്നത് മാധ്യമങ്ങളുടെ ഒരു സ്ഥലമുണ്ടായിരുന്നു, മൂന്നാറിൽ ഒരു അച്ഛന്മാർ. ആ സ്ഥലത്ത് അച്ഛൻ വരെ എന്നെ വിളിച്ചു. അപ്പോൾ ഓർമ്മയുണ്ടോ നിങ്ങളന്ന് പെട്ടിമുടി? ഞാൻ ഇറങ്ങി ഷിരൂർ ദൗത്യമായിട്ട് ട്രെയിൻ ചെയ്യുന്നപ്പോൾ വിളിച്ചു. അപ്പോൾ അതൊക്കെ തന്നെ എന്താ പറയുക, എത്ര ദിവസം ഉണ്ട് പെട്ടിമുടിയിൽ ഞാൻ ആ സമയത്ത് പെട്ടിമുടി അറിയപ്പെടാത്ത കാര്യം വെച്ചാൽ എനിക്ക് അന്നൊക്കെ മാധ്യമ ശ്രദ്ധ കിട്ടുമായിരുന്നു. അന്ന് എത്ര ബോഡി അന്ന് എടുക്കുന്നത്, അത് എത്ര കാര്യങ്ങളുണ്ട്. കേരള പോലീസിൻ്റെ ഫോട്ടോഗ്രാഫറാണ് അന്ന് ഫോട്ടോ എടുത്തത്. വെറും ഒരു സാധാരണ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ശ്രമിച്ചില്ല. എന്തിനായിരുന്നു അന്ന് ഞാൻ അവിടെ എനിക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. വയനാട് SP എന്ത് സഹകരണമായിരുന്നു, ഇന്ത്യൻ ആർമി എന്ത് സഹകരണമായിരുന്നു.
അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ സഹകരണമാണ്. വയനാട് അഡ്മിനിസ്ട്രേഷൻ കളക്ടറിൻ്റെ സഹകരണമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു 2018 ആലപ്പുഴ അഡ്മിനിസ്ട്രേഷൻ സഹകരണമായിരുന്നു. ആലപ്പുഴയാണ്, നിലമ്പൂർ കവളപ്പാറ അവിടെ നിന്ന് അഡ്മിനിസ്ട്രേഷൻ സഹകരണമാണ്. മുതലപ്പുഴ ഇപ്പോൾ ട്രിവാൻഡ്രം. എനിക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ 12 വർഷമായിട്ട് ഞാൻ ഒരു പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആരുടെ പൈസ വാങ്ങിച്ചല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇതുകൊണ്ട് ഞാൻ മനുഷ്യർ ഒരാൾ എവിടെന്നെങ്കിലും ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? സാധാരണ ഇപ്പോൾ പറയുന്ന വിമർശനങ്ങളിൽ രഞ്ജിത്ത് എവിടെയും ട്രെയിൻ ചെയ്തിട്ടില്ല, വളരെ അമേച്ചറായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുടെ സഹായം ദുരന്തമുഖത്ത് തേടരുത് എന്നൊരു അഭിപ്രായത്തിലേക്ക് പോലും എത്തിയിരുന്നു. ഞാൻ അതിന് ശേഷമല്ല വയനാട് പോയത്. ഞാൻ ഇന്ത്യൻ ആർമി എന്നെ ട്രിവാൻഡ്രം ഫ്ലൈറ്റിലാണ് കൊണ്ടുപോയത് തന്നെ. AN-32 ട്രാൻസ്പോർട്ട് ഫ്ലൈറ്റ്. എൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതെല്ലാം. പലരും കണ്ടായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുന്ന മറ്റേ കാര്യങ്ങളല്ല. ഞാൻ ഇതിൽ ഒരു സിവിലിയൻ ട്രെയിൻഡ് ആണോ ചോദിക്കുന്നത് തെറ്റാണ്. ഈശ്വർ മാൽപേ ട്രെയിൻഡ് ആണോ? ഒന്നുമല്ല. സെൽഫ് ടോട്ടാണ്. സെൽഫ് ടോട്ട് അണ്ടർ വാട്ടർ എക്സ്പേർട്ട്. അതൊരു പാരിയുടെ ഒരു ജസ്റ്റ് ഒരു ലൈസൻസ്. അങ്ങനെ സെൽഫ് ടോട്ടായിട്ടുള്ള സ്വയം പരിശീലിച്ച ആളുകളെ ഇത്തരം ഒരു ദുരന്തമുഖത്ത് വളരെ നിർണായക ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷണം മാത്രമായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രെയിൻഡാണ്. ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഗോവയിൽ നിന്ന് ലൈഫ് സേവിംഗ് ടെക്നിക്സ്, പവർ ബോട്ട് ഓപ്പറേഷൻസ്, പവർ ബോട്ട് ഹാൻഡ്ലിംഗ്, ലൈഫ് സീ റെസ്ക്യൂ സ്ക്വാഡ് എന്ന വെള്ളത്തിലുള്ള എല്ലാ ഇതും ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. സർട്ടിഫിക്കറ്റ്സ് എല്ലാം 2 വർഷം കൊണ്ട് പുതുക്കുന്ന ഒരാളാണ്. ഈ എല്ലാ 2 ഇയേഴ്സ്, വൺസ് ഇൻ 2 ഇയേഴ്സ് ഇതെല്ലാം പുതുക്കേണ്ടതാണ്, പൈസ അടച്ച് പുതുക്കേണ്ടതാണ്. എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുക്കി തരുന്നത്. കാരണം മുൻപുള്ള എൻ്റെ എക്സ്പീരിയൻസ് വീഡിയോസ്, എൻ്റെ കമൻറ്റേഷൻ ലെറ്റേഴ്സ് കണ്ട് എൻ്റെ പൈസ ഇല്ലാന്ന് അറിഞ്ഞിട്ട് അവർ ഫ്രീ ആയിട്ടാണ് എനിക്ക് പുതുക്കി തരുന്നത്. മാത്രമല്ല കാശ്മീർ ഞാൻ മൗണ്ടറിങ് കോഴ്സൊക്കെ ചെയ്തതാണ്. എനിക്ക് ഫോറസ്റ്റ് സർവേയിങ് ടെക്നിക്സിൽ അതിൽ എക്സ്പേർട്ടീസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും. കാരണം ഇത്രയും 12 വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്നത്. പെട്ടെന്നൊരു പാളിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ മാധ്യമ ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്തുമാത്രം കിട്ടണമായിരുന്നു. ഞാൻ എത്ര രക്ഷാദൗത്യം ചെയ്തിരിക്കുന്നു. ഉത്തരാഖണ്ഡൊക്കെ ആർക്കും സംശയമില്ല. കാരണം അവിടെ മലയാളി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ടണലിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് അയക്കാൻ പോലും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. ഇന്ന് കുറ്റപ്പെടുത്തിയ മാധ്യമങ്ങളൊക്കെ ടണൽ ഫോട്ടോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോട്ടോസ് എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. എൻ്റെ വാട്സപ്പിൽ നിന്ന് ഞാൻ അയച്ച ഏഷ്യാൻ ന്യൂസ് എല്ലാ ന്യൂസിനും കൊടുത്ത എൻ്റെ അവിടുത്തെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ടേഴ്സിന് കൊടുത്ത് എൻ്റെ വാട്സപ്പിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഞാൻ എന്തോ റിസ്ക് എടുത്തെന്നറിയാം. എന്നാൽ അതിൻ്റെ അകത്ത് ടണലിനകത്ത് ഇത് വാട്സപ്പ് ഫോൺ കയറ്റാൻ പോലും പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പഠനം അവസാനം പറഞ്ഞ് ഇത്ര ദിവസം നിന്നല്ല സാർ, എൻ്റെ പഠന ആവശ്യത്തിന് കുറച്ച് ഫോട്ടോസ്. ആ ഫോട്ടോസൊക്കെ ഒരുപാട് എനിക്ക് കാരണം എൻ്റെ മലയാളി എനിക്ക് മാധ്യമപ്രവർത്തനം സഹായിക്കണം. ഞാൻ ഇതാണ് ആരെയും വഴക്ക് ഒരു എന്താ പറയാനോ കുറച്ച് കാണിക്കാനോ കൊടുക്കാനൊന്നുമില്ല. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കണ്ടല്ലോ. മനാഫ് തന്നെ പറയാം, മനാഫ് എന്നോ സഹിച്ചു, അടി കിട്ടി, എൻ്റെ മുന്നിൽ വെച്ചല്ലേ തല്ലുന്നത്. അത് കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ എനിക്ക് ലക്ഷ്യമുള്ളത് നിങ്ങൾ മാധ്യമപ്രവർത്തനം മാത്രം. അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യം എനിക്കൊരു പറയാൻ ആളില്ല. എനിക്ക് അഡ്മിനിസ്ട്രേഷനോട് എനിക്കൊരു ശരിക്കും നിരന്തരം ഈ ശിരൂരിലെ ആ ഒരു സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു, ചില ഡയറക്ഷൻസ് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം, ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടാതെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ രഞ്ജിത്ത് ഇസ്രായേൽ മാധ്യമങ്ങളെ കാണാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണോ ഈ ദുരന്തമുഖത്ത് എത്തുന്നതെന്നൊരു സംശയം ആളുകൾക്ക് തോന്നുകയാണ്. ഞാൻ ആ സമയത്ത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് JCB മണ്ണ് മാറ്റിക്കുമ്പോഴത്തേക്ക് മുകളിലെ ഭാഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുകളിലെ ഭാഗം വീണ്ടും മണ്ണ് കൊള്ളയിടാം. എങ്ങനെ കൊടുക്കണമെന്ന് മാർഗ്ഗദർശനം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. കാരണം എനിക്ക് അറിയാം ഇത്. കാരണം അവിടെ നിന്ന് സഹകരണം കിട്ടുന്നില്ല, എങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പുറലോകം കാര്യങ്ങൾ വെറുതെ അവിടെ നിൽക്കുക, മാധ്യമങ്ങൾ വഴിയേ പുറലോകം അറിയത്തുള്ളൂ. ഞാനവിടെ എന്ത് വെറുതെ കൈയും കെട്ടി അവിടെ നിൽക്കുകയെന്നാണ് അറിയത്തില്ല. അപ്പോൾ ഓരോരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാനെന്ന റെസ്ക്യൂ ഓപ്പറേറ്റർ ലീഡ് ചെയ്യുന്ന ഒരാൾ റെസ്ക്യൂ ഓപ്പറേറ്റർ എന്നതിൽ ഓരോ അപ്ഡേറ്റ്സ് ഞാൻ കറക്റ്റ് ആ സമയത്ത് തരുന്നുണ്ട്. എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ. അല്ലാതെ വേറെ ഒരു എക്സ്ട്രാ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം. കാരണം നമുക്കൊരു സഹകരണം കിട്ടുന്ന ഇപ്പോൾ വയനാട് പോയപ്പോഴത്തേക്ക് എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. വയനാട് പ്രശ്നം നമുക്ക് ഇതിനേക്കാൾ സൂചിപ്പാറ പോലത്തെ ഹൈ ടാസ്ക് ഏരിയ പോകുന്നില്ല. അപ്പോൾ എൻ്റെ ശിരൂരിന് ശേഷം മാധ്യമങ്ങൾ പിന്നീട് ശ്രദ്ധിക്കാറ്. മാധ്യമങ്ങൾ മാത്രമല്ല, ഭയങ്കരമായ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? സോഷ്യൽ മീഡിയ അതുപോലെ സപ്പോർട്ട് ചെയ്തു. നല്ല സോഷ്യൽ മീഡിയ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ അതിനുശേഷം തന്നെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സപ്പോർട്ടേഴ്സ് വളരെ കൂടിയത്. അവർ പറഞ്ഞില്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്താണ് നല്ല രീതിയിലുള്ള. കാരണം ഇതിന് ശേഷമാണ് വയനാട് ഞാൻ പോയത്. ആർമിയോടൊപ്പം ചെയ്തില്ല. 2 പേരെ ഏറ്റവും സൂചിപ്പറഞ്ഞ ഹൈ റിസ്ക് ഏരിയ സോണിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല. ഇതൊക്കെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യില്ല എന്ന് നോക്കുമ്പോൾ എന്തുമാത്രം ആ വീഡിയോസിനോളം ഒരു റിസ്ക് ഓപ്പറേഷൻ കാണിച്ചു തരാൻ പറ്റുമോ? ഞാനയാൾ വെല്ലുവിളിക്കുകയില്ല, അത്രത്തോളം റിസ്ക് ഓപ്പറേഷൻ കാണിച്ചു തരാൻ പറ്റുമോ? കാരണം ഞാനും ആ പോലീസ് മൗണ്ടറിങ് ടീമിൻ്റെ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ഇറങ്ങുന്നത്, സെക്കൻഡ് തേർഡ് ഇറങ്ങുന്നത് പോലീസ് ഹൈയായിട്ട് മൗണ്ടറിങ് ടീം. നമ്മൾ ചെയ്ത ആ ടീമിൻ്റെ വർക്കിൻ്റെ അത്രയധികം 300 മീറ്ററോളം റോപ്പ് ഉപയോഗിച്ച് അത്രയധികം ഹൈ റിസ്ക് എടുത്താണ് ഒരു ദിവസം ഫുള്ള് കുടുങ്ങിക്കിടന്ന 2 പേരെ നമ്മൾ ആ ഹൈ ടാസ്ക് എടുത്ത്. അല്ലെങ്കിൽ അത് അവരെല്ലാം പറ്റിയിരുന്നെങ്കിൽ ആ ഒരു എൻ്റെ തന്നെ വീണ്ടും നാണക്കേട് വന്നത്. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്താ ഇതിലൂടെ കിട്ടുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ മിലിറ്ററി ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് ബ്രെയിൻ്റെ ഞാൻ ഒരു വേറെ കാര്യം തുറന്ന് പറയാം. എനിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ബ്രെയിൻ ഫീവർ ഡിസീസായിരുന്നു. നല്ലൊരു മരിച്ചുകൊണ്ട സ്ഥിതി തന്നെയായിരുന്നു. ഞാൻ ഡോക്ടർ മാർത്താണ്ഡപിള്ള ന്യൂറോ സർജൻ കീഴിൽ നിന്ന് ചികിത്സയിലിരുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് എനിക്ക് ഫോഴ്സിൽ കയറാൻ പറ്റുന്നത്. ആ ഒരു അസുഖത്തിൽ നിന്ന് വന്നൊരിതാണ്. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് അടിക്കുന്നവർക്ക് അവരൊക്കെ വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ വേറെ AC റൂമിൽ ഇരുന്ന് അഴിക്കുന്ന ഒരു രക്ഷാദൗത്യത്തിന് ഇറങ്ങിയവരൊന്നും ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. കഴിവില്ലാത്തവരും അല്ലെങ്കിൽ അവനവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ള ചെയ്യുന്ന കാണാൻ മാത്രമേ എടുത്തുള്ളൂ. അതൊക്കെ പൂർണ്ണ അപഞ്ചം കൊണ്ട് തള്ളയാണ്. കാരണം ഞാൻ
നല്ല മനസ്സും നല്ല തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ 1000 പേര് 10000 പേര് നമുക്ക് നെഗറ്റീവ് പറഞ്ഞാൽ അതൊരു വിഷയമല്ല. അതൊക്കെ ഈ പ്രകൃതി ശക്തി അല്ല സത്യം കാണുന്നുണ്ട്. അതല്ല നെഗറ്റീവ് എല്ലാം മാറി കൊണ്ട് നടന്നതും നീയേ ചപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചപ്പ എന്ന് പറയുന്ന പോലെ മാധ്യമങ്ങൾ തന്നെ കൊണ്ട് നടന്ന് സ്റ്റാർ ആക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സീറോ ആവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചതുപോലെ റീബോൺ ചെയ്തു. തിരിച്ച് റീബോൺ ചെയ്ത് എൻ്റെ കരിയർ അവിടെ ഷുരുകൊണ്ട് എൻ്റെ പക്ഷേ ഞാൻ അതിനൊക്കെ വയനാട് വന്ന് തീർത്തെഴുന്നേറ്റ്. വയനാട് വന്ന് നല്ല വിദഗ്ധമായിട്ടാണ് ഫ്ലൈറ്റിൽ പ്രത്യേക ഒരു സിവിലിയൻ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത്. ഇന്ത്യൻ ആർമിയുടെ റിവാർഡ് 50,000 റിവാർഡ് വാങ്ങിച്ചു. പ്രശംസാപത്രങ്ങൾ 2 വാങ്ങിച്ചു. കളക്ടർ സ്പെഷ്യൽ അപ്രിസിയേഷൻ കേരള പോലീസിൻ്റെ ഉണ്ടായിരുന്നു. IG വിളിച്ചുള്ള അപ്രിസിയേഷൻ എല്ലാ കാര്യങ്ങളും അവിടെ ആ ടീമായിട്ട് ചെയ്തപ്പോഴെല്ലാം. കാരണം ഇതപ്പോഴത്തേക്ക് ഞാൻ അവിടെ തോറ്റു മടങ്ങുന്നില്ല, ഞാൻ ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഞാനൊരു ഒരു ദൃഢനിശ്ചയം ഉണ്ട് ഞാൻ ഈ ഫീൽഡിൽ ബോൺ ചെയ്തവനാണെന്ന്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. വീട്ടിൽ വന്നു അർജുൻ്റെ ഏറ്റവും സന്തോഷം ഇതെന്ന് വെച്ചാൽ അന്ന് ആ സമയത്ത് മധുരയിലായിരുന്നു. അപ്പോൾ മനാഫ് വിളിച്ചിട്ട് ഇത് മസ്റ്റായിട്ട് എത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെ ഞാൻ പറഞ്ഞു ചെറിയ പണികളും ശരിക്കും പറഞ്ഞാൽ കൂലിപ്പണി എന്ന് പറയാം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഗവൺമെൻറ് ജോലിയൊന്നും അല്ല. ഞാൻ മിച്ചം പിടിച്ച് ഞാൻ വേറെ അന്ന് പറഞ്ഞ പോലെ യൂറോപ്പിൽ പോലും എൻ്റെ പ്രദേശം യൂറോപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പ്രായമായ അപ്പനമ്മയെ ഉപേക്ഷിച്ച് മടിയുള്ളതുകൊണ്ടും ഈ രാജ്യം ഇതുകൊണ്ട് പോകാൻ മടിയുള്ളതുകൊണ്ട് മാത്രമാണ് പുറത്ത് പോകാത്തത്. അപ്പോഴത്തേക്ക് ഞാൻ മധുരയായിരുന്നു. അപ്പോൾ ഇന്ന് 3-ാം ദിവസം അർജുൻ്റെ വീട്ടിലെത്തി. അമ്മയോടൊപ്പം കുറച്ചിരുന്നു. അപ്പോൾ പോകുന്ന നേരത്ത് അർജുൻ്റെ അച്ഛൻ കൈ പിടിച്ച് പറഞ്ഞ് എൻ്റെ മോനെ പിടിക്കുന്ന പോലെയാണ് മോനെ. അത് കേട്ടപ്പോഴാണ് ഞാൻ അല്പം കരഞ്ഞു പോയി. ഞാൻ എന്നിപ്പോൾ ഉച്ചയ്ക്ക് ആക്ഷൻ കമ്മിറ്റി അവരൊക്കെ ആയിട്ട് പോയപ്പോഴത്തേക്ക് അവരെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. കൈ പിടിച്ച് അച്ഛൻ പറഞ്ഞു മോനെ സ്വന്തം മോൻ്റെ കൈ പിടിക്കുന്ന പോലെ അരിഞ്ഞത് എന്താണ് ഞങ്ങൾ ഒരിക്കലും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അച്ഛാ. ഞാൻ പറഞ്ഞില്ല ഒരു മനുഷ്യൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് പഴി കേട്ടാലും കുഴപ്പമില്ല. അല്ലെങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ പ്രശസ്തി ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇത് പഴി പറയുമോ എന്തെങ്കിലും നെഗറ്റീവ് പറയുമോ അത് ശ്രദ്ധിക്കാറേ ഇല്ല. ഞാനങ്ങനെ നെഗറ്റീവ് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ വയനാട് വരുമായിരുന്നു. ഞാൻ പിന്നീട് ഒരുപാട് അർജുൻ്റെ ഇതിനു വേണ്ടി ദൗത്യം അപേക്ഷിച്ചിരുന്നു. എൻ്റെ പഴയ ഇതിനെല്ലാം കാര്യങ്ങളെല്ലാം വെച്ചു. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അനുവദിക്കാത്തതുകൊണ്ട് അവർക്ക് വേറെ രീതിയുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ല മാൽപ്പയെ മാറ്റിയല്ലോ. എന്തുകൊണ്ടാണ് മാൽപ്പയെ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ ഞാൻ എൻ്റെ രീതി തന്നെ മാൽപ്പയെ അവമാനിച്ച് വിട്ടില്ലെന്നേ ഉള്ളൂ. ആ അഡ്മിനിസ്ട്രേഷൻ എതിരായിട്ട് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അതെല്ലാം അപ്പോൾ എല്ലാ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട്. ഞാൻ പോയ സമയത്തും ആരൊക്കെ ലാൻഡിലുണ്ട് ആരൊക്കെ നിർബന്ധിച്ചെന്നുള്ള എൻ്റെ വീഡിയോ കുറച്ച് കോൾ റെക്കോർഡിങ്ങും എൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ച് ഞാൻ ഇത് ഇൻ്റർവ്യൂ കേൾപ്പിച്ചായിരുന്നല്ലോ ഞാനത്. അതുകൊണ്ട് എല്ലാ പഴികളും എൻ്റെ ഏൽപ്പിച്ചു. ഞാൻ ലീഡർഷിപ്പ് ഏറ്റെടുത്തു. കാരണം ആരെങ്കിലും വേണ്ടേ, കുറച്ച് മണ്ടന്മാരെങ്കിലും വേണ്ട. ഇത്രയും ബുദ്ധിമാരുള്ള ലോകത്ത് കുറച്ച് മണ്ടന്മാരെങ്കിലും വേണം പറഞ്ഞു. ആരെങ്കിലും വേണ്ട ഇനിഷ്യേറ്റീവ് എടുക്കുക. കാരണം ഈ 72 ദിവസം ഇടയ്ക്ക് ആര് വന്നാലും ലാൻഡിലെ മണ്ണ് മാറ്റി വരാം. കാരണം സംശയം മോടെ ഉണ്ട്. നമുക്കൊരു മെയിനായിട്ട് കാര്യം ഒരു സംഭവം നടന്നു അവിടെ. എൻ്റെ പരിശോധന അത് തുടങ്ങി തൊട്ട് സ്റ്റാർട്ട് വരെ, അതായത് ആ ഒരു ലാൻഡ് മണ്ണിടിഞ്ഞ് തൊട്ട് ആ കടൽ ചെല്ലുന്ന ഭാഗം വരെ അന്വേഷിച്ചേ പറ്റുള്ളൂ. കാരണം അത്ര പ്രോസസ്സാണ്, കുറച്ച് ചിലവുകൾ വരും. കാരണം ഒരു മനുഷ്യജീവിന് ഒരു ബോഡി കിട്ടാൻ പോലും മാത്രം ചിലവുകൾ നമ്മൾ സഹിക്കണം. ഒന്നും കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞത് എല്ലാ ഈച്ച് ആൻഡ് എവരി പോർഷൻ നമ്മൾ ക്ലിയർ കട്ട് ചെയ്ത് അത് സെർച്ച് റെസ്ക്യൂ അത് ഗംഗാവലി പുഴയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ആ ഗംഗാവലി പുഴയിൽ നിന്ന് ട്രക്ക് ഉയർത്തുമ്പോൾ എന്ത് തോന്നി? ട്രക്ക് എനിക്ക് ഒന്നും എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് അറിയാൻ പോയി. കാരണം ആ സൈഡിൽ ആ മണ്ണും കൂടെ പരിശോധിക്കണം അന്ന് പറഞ്ഞു. 2 സൈഡില്ല കരയെന്ന് ഉദ്ദേശിച്ച് ഇപ്പറയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? 72 ദിവസം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും ഒരു ബിറ്റ്വീൻ ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 12 ഡേയ്സിനുള്ളതാണ് ആ ഏത് പ്രതികൂല കാലാവസ്ഥയിൽ. അല്ല 100 ദിവസം കഴിഞ്ഞ് 70 ദിവസം കഴിഞ്ഞ് പൊക്കി തെളിഞ്ഞ വെള്ളത്തിൽ ചെയ്യുന്നതാണോ രക്ഷ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു സെർച്ച് റെസ്ക്യൂ ആൻഡ് റിക്കവറിയിൽ അങ്ങനെ ഇപ്പം നമ്മൾ വയനാട് ഇപ്പോൾ കഴിഞ്ഞ് നമ്മളിപ്പം വീണ്ടും ബോഡി കിടപ്പുണ്ട്. 1 വർഷം കഴിഞ്ഞ് എടുക്കുന്നതാണോ രക്ഷാപ്രവർത്തനം? അല്ല. ആ മികച്ച പ്രത്യേകിച്ച് 7 ഡേയ്സ് അല്ല ഒരു 12 ഡേയ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഇൻ ദ ഗ്യാപ്പ് ഓഫ് 2 വീക്സ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന. കാരണം ആ സമയത്തിന് മാത്രമേ ബോഡി റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ കളക്ടർ അനുമതി തന്ന പോയിൻറ്റും കളക്ടർ എൻ്റെ ക്യാൻസൽ ചെയ്ത പോയിൻറ്റും 2 ദിവസം 1.25 ദിവസമാണ്. ആ 1.25 ദിവസം കൊണ്ട് 72 ദിവസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് തീർച്ചയായും അത് ബാലിസ്യമായതാണ്. കാരണം 5-ാം ദിവസമാണ് വരുന്നത്. 5 ദിവസം നേവി അല്ലെങ്കിൽ വാട്ടറിലെ ആൾക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കിടക്കുന്നു. ബാക്കിയുള്ള 72 ദിവസം എന്ത് ചെയ്തു എന്ന ചോദ്യം കിടക്കുന്നു. ഇതെല്ലാം കിടക്കുന്നു. മനസ്സിലായില്ല? അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ലാൻഡ് പരിശോധിച്ച് ഒരിക്കലും കുറ്റബോധം ലാൻഡും വാട്ടറുണ്ട്. വാട്ടറിൽ ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് അതിന് മുമ്പ് ആ സ്ഫോടന കാര്യം എന്ത് സംശയം പ്രകടിപ്പിച്ചു. അല്ല അഡ്മിനിസ്ട്രേഷൻ പിന്നെ കുറച്ച് ഷൗട്ട് ലാൻഡിലല്ലാന്ന് പിന്നീട് അവിടെ അഡ്മിനിസ്ട്രേഷനും ആർമിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോഴും ലാൻഡിലാണെന്ന് രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ലാൻഡിലാന്ന് പറഞ്ഞുകൊണ്ട് കാരണം പൂർണ്ണമായിട്ട് പരിശോധിക്കും. കാരണം ഇപ്പോൾ ഇപ്പോഴും കിടക്കുന്ന ജഗന്നാഥൻ്റെയും ലൊക്കേഷൻ്റെ ബോഡി കിടക്കണം. ആ എൻ്റയർ പോർഷൻ നമ്മൾ ആ ഒരു പോർഷൻ മാത്രമേ ലാൻഡ് പരിശോധിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു ലാൻഡ് പോർഷനും വാട്ടർ 80% ഓഫ് ലാൻഡ് എന്ന് പറയാൻ കാര്യം എന്താ? മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു. പലരും പറഞ്ഞു. മനസ്സിലായി? ഞാൻ ഇറങ്ങുന്നതിനും പറഞ്ഞ് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ഞാൻ മൊബൈലിൽ എടുത്തിട്ടില്ല. GPS ലൊക്കേഷനും കരയില കാണിക്കുന്നത്. അത്രയും വലിയ എവിഡൻസ് ഉള്ളപ്പോൾ ലാൻഡ് സെർച്ച് ചെയ്യില്ല. പിന്നെ എന്താ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് സംശയത്തിന് നിവാരണത്തിന് വേണ്ടി ലാൻഡ് ഒന്ന് മാറ്റൂ ഒന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും പറഞ്ഞിരുന്നല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ ലീഡർഷിപ്പ് ഞാൻ പറഞ്ഞു ദൗത്യം ഏറ്റെടുത്താൽ. ഇപ്പോൾ ഉത്തരാഖണ്ഡ് ടണൽ ദൗത്യം ഏറ്റെടുത്തു. ടണൽ ദൗത്യത്തിൽ അർണോൾഡ് ഡിക്സ് നാൾ വന്ന്
ആ ചെയ്യുന്ന പാളിച്ചയിലൂടെ ദൗത്യം വന്നിരുന്നെങ്കിൽ അയാളെ വെച്ച് ഉറപ്പിക്കത്തില്ല, അയാളെ ക്രൂശിലേറ്റ് ചെയ്യാൻ. മനസ്സിലായത് ചെറിയ പാളിച്ച വന്നപ്പോഴത്തേക്ക് ഇത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, എന്തുകൊണ്ട് ഇത്രയും വിജയിച്ച ദൗത്യങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാതെ വിജയിപ്പിച്ച ദൗത്യങ്ങൾ ഇത്രയും ബോഡി റിക്കവർ ചെയ്ത്. എനിക്ക് ഞാൻ പറഞ്ഞില്ല കൂടുതലും റെസ്ക്യൂ എൻ്റെ അർജുനെ എനിക്ക് ജീവനോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പ്രതീക്ഷയുള്ള ലാൻഡിൽ മാത്രം. വെള്ളത്തിൽ വീണ ഒരു 5 മിനിറ്റ്, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും 5 മിനിറ്റ് പോലും വേണ്ട വെള്ളത്തിൽ വീണ മരിക്കാൻ. ഇപ്പോൾ എന്തെങ്കിലും ജീവൻ്റെ സാധ്യതയുള്ള ജീവനോടെ കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയും ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു. മണ്ണിനടിയിലാണെന്ന് പറയാനുള്ള കാരണം മണ്ണിനടി ഇതിനകത്ത് ഒരുപാട് മണ്ണിനടി കിട്ടിച്ചടുത്തുണ്ട്. നിങ്ങൾ ബാഗ് ഒന്ന് ഹിസ്റ്ററി നോക്ക്. ചിലിയിൽ ജീവൻ ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് മണ്ണിനടിയിൽ മണ്ണിനടിയുണ്ട്. കാരണം ബെൽറ്റ് ക്വാളിറ്റിയുള്ള റോളി കയറാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ജീവൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ പയ്യൻ്റെ ഒരു മനസ്സിൻ്റെ ബലം കൊണ്ട് ജീവൻ എന്തെങ്കിലും സാധ്യത ഉണ്ടാകാൻ മണ്ണിനടി. അപ്പോൾ എനിക്ക് അത് പഴിയിട്ട് ഒരു വിഷമവുമില്ല. കാരണം എനിക്ക് അത് കെട്ടിയപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമാണ്. കാരണം അതിനകത്ത് ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയല്ലോ. എനിക്ക് കുടുംബത്തിനോട് ഞാൻ എത്ര പഴി കേട്ടെങ്കിലും എനിക്ക് ഉറപ്പ് വരുത്താൻ സാധിച്ചു. ആരൊക്കെ എന്ത് പഴി പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു മനസ്സാക്ഷി ബോധിപ്പിച്ചല്ലോ അതിൻ്റെ അകത്ത് ഇല്ല, അർജുന അതിൻ്റെ അകത്ത് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് താമസിച്ച് നമ്മൾ വെച്ച് വെള്ളം അത് ഉറപ്പ് വരുത്താൻ കുടുംബത്തിന് ഉറപ്പ് വരുത്താൻ ഞാൻ കുറേ പഴി കേട്ടെങ്കിലും ഉറപ്പ് വരുത്താൻ പറ്റിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയതാണ്. സത്യങ്ങൾ ഞാൻ പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രതിശക്തി കൂടുതലുണ്ട്, എല്ലാ സത്യങ്ങളും വെളിയിൽ വരും. ഞാൻ പറഞ്ഞല്ലോ ഒരു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശിരൂർ ദൗത്യത്തിൻ്റെ തുടക്കത്തിൽ വലിയ അഭ്യൂഹങ്ങൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങൾക്കൊപ്പം ചില അഭ്യൂഹങ്ങൾ രഞ്ജിത്തും പറഞ്ഞു എന്ന് ഒഴിച്ച് നിർത്തിയാൽ അദ്ദേഹം ഈ രക്ഷാദൗത്യത്തിന് സ്വമേധയാ വന്നു ചേരുകയായിരുന്നു. ആ മനസ്സിനെ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ അംഗീകരിക്കാതെ പോകരുത് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.